മിനിസ്റ്ററോട് ഞങ്ങളുടെ ഏറ്റവും വലിയ തൃശ്ശൂർ എന്ന് പറയുമ്പം കേരള വിഷൻ്റെ മിനിസ്റ്റർ ഏറ്റവും വലിയൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. ഞങ്ങൾ കഴിഞ്ഞ തവണ ഈ ഒരു വർഷം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായിട്ട് 2025 ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് നടപ്പിലാക്കിയ സമ്മാന ഉത്സവ് 25 സമ്മാന പദ്ധതികളിലെ ഭാഗ്യശാലിക്ക് വേണ്ടിയുള്ള അവാർഡാണ് ഞങ്ങൾ നൽകാൻ പോകുന്നത്. ഇതിൽ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, വലിയൊരു ഒരു പങ്കാളിത്തം നമുക്കുണ്ടായിരുന്നു. തൃശ്ശൂർ കേരള വിഷൻ്റെ കീഴിൽ 4,70,5,000 വീടുകളിലേക്കുള്ള ഡിജിറ്റൽ കേബിൾ സർവീസും 2,30,000 ഉപഭോക്താക്കൾക്ക് ബ്രോഡ്ബാൻഡ് സർവീസും നൽകി വരുന്ന തൃശ്ശൂർ കേരള വിഷൻ വരിക്കാർക്കായിട്ട് നടപ്പിലാക്കിയ സമ്മാന ഉത്സവിൽ ഇവിടെ 21,30,000 കൂപ്പണുകളിൽ നിന്ന് സൂപ്പർ ബമ്പർ ഭാഗ്യശാലിയായ ഹരികുമാറിനെ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ സമ്മാനം നൽകാനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കൂപ്പൺ നമ്പർ M062318 ആയിരുന്നു. ഹരികുമാർ ആണ് ഞങ്ങളുടെ ഭാഗ്യശാലിയായി ഇവിടെ എത്തുന്നത്. സൂപ്പർ ബമ്പർ ഭാഗ്യശാലിക്ക് സമ്മാനം കൈമാറുന്നതിന് PB സുരേഷ് സാർ വേദിയിലുണ്ട്, പ്രജി സാർ ഉണ്ട്, സുഭാഷ് സാർ ഉണ്ട്. ഇവിടെ ഒപ്പം തന്നെ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി P ആന്റണി ആൻഡ് കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ, മാനേജിംഗ് ഡയറക്ടർ ജയപ്രകാശ് എന്നിവരെ കൂടി വേദിയിൽ എത്താനായിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇവിടെ അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. സമ്മാനം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ഹരികുമാറിന് വേണ്ടിയുള്ള സമ്മാനം ഞങ്ങൾ ഇവിടെ നൽകാനായിട്ട് പോവുകയാണ്. ആദ്യത്തെ സമ്മാനമായ MG EV വിൻസർ കാർ ആണ് അദ്ദേഹം ഇവിടെ സ്വന്തമാക്കുന്നത്. ഹരികുമാർ ആണ് ആ വിന്നർ. മിനിസ്റ്ററിന്റെ സാന്നിധ്യത്തിൽ ഹരീഷ് കുമാറിന് വേണ്ടിയുള്ള ഞങ്ങളുടെ സമ്മാനമാണ്. കേരള വിഷന്റെ സമ്മാന പദ്ധതിയിലെ കാറാണ് ഇവിടെ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. MG EV വിൻസർ കാറാണ്. MGയുടെ EV വിൻസർ കാർ, ഇലക്ട്രിക് വിൻസർ കാർ സ്വന്തമായിരിക്കുന്നു. ഹരീഷ് കുമാർ ആണ്. മിനിസ്റ്ററാണ് നൽകിയിരിക്കുന്നത്. കേരള വിഷന്റെ സമ്മാനോത്സവ് പദ്ധതിയിലെ ഞങ്ങളുടെ വിന്നറാണ് ഹരീഷ് കുമാർ ആണ്. മിനിസ്റ്ററിന് ഞങ്ങളുടെ സമ്മാനങ്ങൾ, മിനിസ്റ്ററിന്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഞങ്ങളുമായിട്ട് ജോയിൻ ചെയ്തതിലുള്ള ഞങ്ങളുടെ വലിയൊരു നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരള വിഷന്റെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് ഞങ്ങൾ ഇവിടെ ക്യാരി ഓൺ ചെയ്യാണ്. അടുത്തതായിട്ട് ഞങ്ങളുടെ സെറിമണി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. മിനിസ്റ്റർ അവാർഡ് കൊടുക്കുകയുണ്ടായി. ഞങ്ങൾ 2 ലീഡർഷിപ്പ് എക്സലൻസ് അവാർഡാണ് ഈ ഒരു വേദിയിൽ വെച്ച് നൽകിയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ നമുക്ക് സഹീന്ദ്രാജ് അദ്ദേഹത്തെ പറ്റി ഞാൻ സംസാരിച്ചെങ്കിലും കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞങ്ങൾ ഈ ഒരു മൊമെന്റിൽ ഒന്ന് ആഗ്രഹിക്കുകയാണ്.